നമസ്തേ. ഏവർക്കും ആയുർ വെൽഫെയർ അസോസിയേഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് അസുഖങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും. ഇവ വളരെ പതിയെ നിങ്ങളെ ഹൃദ്രോഗത്തിലേക്ക് നയിച്ചേക്കാം. അപ്പോൾ ഇതിനെ ഒഴിവാക്കുന്ന പ്രധാനപ്പെട്ട ചില ആസനങ്ങളും പ്രാണായാമങ്ങളും നിങ്ങളെ പരിചയപ്പെടുത്തി തരികയാണ്. ഗ്രീഷ്മ അതിനെക്കുറിച്ച് ആ ആസനങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായി സാവധാനം യോഗ മാറ്റിൽ സുഖാസനത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയാവുന്ന ഏതെങ്കിലും ഒരു ധ്യാനാസനത്തിലോ ഇരുന്നു കൊണ്ട് വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് സാവധാനം പുറത്തേക്ക് വിടുക. നിങ്ങൾക്ക് കുറച്ചു നേരം ശ്വാസം ഹോൾഡ് ചെയ്യുവാൻ സാധിച്ചാൽ അത് വളരെ നല്ലതാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് 1-2 സെക്കൻഡ് നിർത്തിയതിന് ശേഷം വളരെ സാവധാനം പുറത്തേക്ക് വിടുക. ഒരു 10-15 തവണ ഇത് ചെയ്താൽ മതിയാകും. അടുത്തതായി നാം ചെയ്യുവാൻ പോകുന്നത് നാഡിശുദ്ധി പ്രാണായാമം. ഈ നാഡിശുദ്ധി പ്രാണായാമത്തെ അനുലോമ വിലോമ പ്രാണായാമം എന്നും അറിയപ്പെടുന്നു. ഇത് ചെയ്യേണ്ട വിധം, നാം നമ്മുടെ വലത് കൈ എടുത്ത് പെരുവിരൽ കൊണ്ട് വലത് മൂക്ക് അടച്ചു പിടിച്ചതിന് ശേഷം ഇടത് മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം ഉള്ളിൽ നിർത്താവുന്നവർക്ക് നിർത്താം, അല്ലാത്തവർക്ക് ഇടത് മൂക്ക് അടച്ചു പിടിച്ചതിന് ശേഷം വലത് മൂക്കിലൂടെ സാവധാനം പുറത്തിലേക്ക് വിടാം. വീണ്ടും വലത് മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ഹോൾഡ് ചെയ്യുവാൻ സാധിക്കുന്നവർ ചെയ്യുക. അതിനുശേഷം വലത് മൂക്ക് അടച്ചു പിടിച്ച് ഇടത് മൂക്കിലൂടെ സാവധാനം പുറത്തേക്ക് വിടുക. ഇതും ഒരു 20 തവണയെങ്കിലും ചെയ്യുവാൻ ശ്രമിക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ വളരെ സാവധാനം ചെയ്താൽ മതിയാകും. അല്ലാത്തവർ ഹോൾഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. വളരെ സാവധാനം ഇത് ചെയ്താൽ മതിയാകും. അടുത്ത് നാം ചെയ്യുവാൻ പോകുന്നതാണ് വിപരീത കരണി മുദ്ര. ഇതിനായി മാറ്റിൽ ഒരു സൈഡിലേക്ക് കിടക്കുക. കുറച്ചു നേരം അങ്ങനെ കിടന്നതിന് ശേഷം പതിയെ സർവാംഗാസനത്തിലേതുപോലെ 2 കാലുകളും ഉയർത്തി ഇടുപ്പിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് കാൽ ഒരൽപ്പം പിന്നിലേക്ക് വളച്ച് വയ്ക്കുക. ഇതാണ് വിപരീത കരണി മുദ്ര. ഏതാനും സെക്കൻഡുകൾ നിങ്ങൾക്ക് സാധിക്കുന്നത് പോലെ അതിൽ തുടർന്നതിന് ശേഷം സാവധാനം നീണ്ട് നിവർന്ന് കിടക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ കുറച്ചു നേരം അതേ കിടപ്പിൽ കിടക്കാവുന്നതാണ്. അല്ലാത്തവർക്ക് വീണ്ടും ഉടനെ തന്നെ ആസനങ്ങളിലേക്ക് പോകാവുന്നതാണ്. അടുത്തതായി നാം ചെയ്യുവാൻ പോകുന്നത് സർവാംഗാസനമാണ്. നേരത്തെ നാം ചെയ്തതുപോലെ തന്നെ ഒരു കുതിപ്പോടുകൂടി 2 കാലും ഉയർത്തി, നേരത്തെ നാം തലയ്ക്ക് പിന്നിലേക്ക് വച്ചുവെങ്കിൽ ഇത് കുറച്ച് സ്റ്റഡിയാക്കി വയ്ക്കുവാൻ ശ്രമിക്കണം. അരക്കെട്ട് പരമാവധി ഉയർത്തുവാൻ ശ്രമിക്കുക. സാധിക്കുന്ന രീതിയിൽ മതി. കാലുകൾ ഒന്ന് നിവർത്തി വയ്ക്കുവാൻ ശ്രമിക്കുക. ഇനി വളരെ സാവധാനം മാറ്റിലേക്ക് കിടന്ന് ശവാസനത്തിൽ ഒരു അല്പനേരം റെസ്റ്റ് എടുക്കുക. കഴിയുന്നത്ര നിങ്ങൾക്ക് സർവാംഗാസനം പരിശീലിക്കുക. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വളരെ സാവധാനം നിങ്ങൾ ആരോഗ്യം പ്രാപിക്കുകയും അതിനോടൊപ്പം നിങ്ങൾക്ക് ഇതെല്ലാം നന്നായി ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഇനി ശവാസനം കഴിഞ്ഞ ഉടനെ മാറ്റിൽ എണീറ്റിരുന്ന് കപാലഭാതി പ്രാണായാമം ചെയ്യുക. കപാലഭാതി പ്രാണായാമം എന്ന് പറയുന്നത് നാം ശ്വാസം വളരെ വേഗം പുറത്ത് വിട്ടുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു പ്രാണായാമമാണ്. അതായത് വളരെ വേഗം ഇങ്ങനെ ഉച്ഛ്വസിച്ചുകൊണ്ടേ ഇരിക്കുക. ഹൃദയത്തിന് എന്തെങ്കിലും അസുഖമുള്ളവർ
വളരെ സാവധാനം മാത്രം ആദ്യം ഒരു 4-5 വെച്ച് തുടങ്ങുക. അങ്ങനെ ഒരു 10-15 ഒരു 30 എണ്ണമോ 40 എണ്ണമോ എങ്കിലും ഒരു ദിവസം ചെയ്യുവാൻ ശ്രമിക്കുക. കഴിയാത്തവർ ഒരു 10 എണ്ണത്തിൽ തന്നെ തുടങ്ങി വളരെ സാവധാനം നമുക്കിത് കൂട്ടാവുന്നതാണ്. കുറച്ചു നേരം ചിലർക്ക് ഇത് ചെയ്യുമ്പോൾ കുറച്ച് വിഷമം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആദ്യമായൊക്കെ ചെയ്യുന്നവർക്ക്. അപ്പോൾ ഇനി അടുത്ത നമുക്ക് ആസനത്തിലേക്ക് കിടക്കാം. അടുത്ത് നാം ചെയ്യുവാൻ പോകുന്നത് ത്രികോണാസനമാണ്. കാലുകൾ ഏതാണ്ടൊരു 3 അടിയോളം അകറ്റി വെച്ച് നിവർന്നു നിൽക്കുക. കൈകൾ അതാത് ചുമലുകൾക്ക് സമാനമായി നീട്ടി നിവർത്തി വയ്ക്കുക. ഉള്ളം കൈകൾ കമിഴ്ത്തി പിടിക്കുക. ശ്വാസം പൂർണ്ണമായി എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ദേഹവും കൈകളും വലതു ഭാഗത്തേക്ക് ചരിക്കുക. ഈ സമയം മുട്ടുകൾ മടങ്ങാതിരിക്കുവാൻ ശ്രമിക്കുക. വലതുവശത്തായി തറയിൽ കൈ തൊടുക. ഇടത് കൈ ഒരൽപ്പം തലയ്ക്ക് സമാന്തരമായി ഇങ്ങനെ നീട്ടി പിടിക്കുക. ഇപ്പോൾ ത്രികോണാസനം പൂർത്തിയായി. ഈ ഒരു നിൽപ്പ് ഏതാനും സെക്കൻഡുകൾ നിങ്ങൾക്ക് കഴിയുന്നത്ര നിൽക്കുക. ഒരുപാട് സമയം നിൽക്കണമെന്നില്ല, കുറച്ച് സമയം നിന്നാൽ തന്നെ മതിയാകും. നിങ്ങളുടെ കഴിവിന്റെ അത്ര നിന്നാൽ മതിയാവും. അടുത്തതായി നാം ചെയ്യുവാൻ പോകുന്നത് വിപരീത ത്രികോണാസനമാണ്. ഇതിനായി കാലുകൾ 3 അടിയോളം അകത്തി വയ്ക്കുക. കൈകൾ തോളിന് സമമായി ഇരുവശത്തേക്ക് ഉയർത്തിപ്പിടിക്കുക. കൈപ്പത്തി കമിഴ്ത്തി പിടിക്കുക. ശ്വാസം വളരെ സാവധാനം പൂർണ്ണമായി എടുക്കുക. ശ്വാസം വിടുന്നതോടൊപ്പം കുനിഞ്ഞ് വലത് കൈപ്പത്തി ഇടത് കാലിന് തറയിൽ തൊടുക. വീണ്ടും സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു വന്ന് ശ്വാസം വിട്ടുകൊണ്ട് സാധാരണമായി നിൽക്കുക. വീണ്ടും പഴയതുപോലെ കാലുകൾ അകറ്റി വെച്ച് ശ്വാസം എടുത്തുകൊണ്ട് നാം വിപരീത അവസ്ഥയിലേക്ക് ശ്വാസം വിട്ടുകൊണ്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ കാലിൽ തൊടുകയോ സമീപത്ത് കൈ പത്തി പതിപ്പിച്ച് വയ്ക്കുകയോ ചെയ്യുക. ഇങ്ങനെ ഒരു 10 തവണയോ 5 തവണയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആദ്യം നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ മാത്രം ചെയ്യുക. സാവധാനം ഇതിന്റെ എണ്ണമോ സമയമോ വർദ്ധിപ്പിക്കുക. അടുത്തതായി നാം ചെയ്യുവാൻ പോകുന്നത് സൂര്യ നമസ്കാരമാണ്. ഇത് വളരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. അപ്പോൾ സൂര്യ നമസ്കാരത്തിന് മാറ്റിന്റെ മുന്നിലേക്ക് കടന്നു നിന്ന് ഒരു അല്പം സ്ഥലം വിട്ടുകൊണ്ട് നമുക്ക് സൂര്യ നമസ്കാരം ആരംഭിക്കാം. ആദ്യമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ തൊഴുതു പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് നമ്മുടെ നെഞ്ചിന് നേരെ തൊഴുതു പിടിക്കുക. ഇത് പ്രണാമാസനമാണ്. ഇനി ശ്വാസം എടുത്തുകൊണ്ട് പിന്നിലേക്ക് വളയുക. ശ്വാസം വിട്ടുകൊണ്ട് പാദഹസ്താസനം. കഴിയുമെങ്കിൽ മൂക്ക് മുട്ടിൽ തൊടുവാൻ ശ്രമിക്കുക. സാധിച്ചില്ലെങ്കിൽ കഴിയുന്നത്ര മതിയാകും. മുട്ട് വളയാതെ ശ്രമിക്കുക. അടുത്തതായി ഇടതുകാൽ പിന്നിലേക്ക് നീക്കി മുകളിലേക്ക് നോക്കുക. അശ്വസഞ്ചാലനാസനം. അതിനുശേഷം ഇരു കാലുകളും ഒരേ അവസ്ഥയിലാക്കുക. തല ഒരൽപ്പം പിന്നിലേക്ക് തന്നെ വളയ്ക്കുക. പർവ്വതാസനം. ഇനി മുട്ട് കുത്തിക്കൊണ്ട് പിന്നിലേക്ക് ഇരിക്കുക. ശശാങ്കാസനം. ഇനി മുന്നിലേക്ക് താടി, നെഞ്ച് എന്നിവ തൊടുക. പൃഷ്ഠം ഉയർത്തിപ്പിടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് പിന്നിലേക്ക് വളയുക. ഭുജംഗാസനം. ഇനി ശ്വാസം വിട്ടുകൊണ്ട് വീണ്ടും പർവ്വതാസനം. നാം ഏത് കാലാണോ വെച്ചത്, ഇടത് കാലാണെങ്കിൽ അത്, വലത് കാലാണെങ്കിൽ അത്, മുന്നിലേക്ക് വെച്ച് വീണ്ടും അശ്വസഞ്ചലനാസനം. വീണ്ടും നമ്മുടെ കാൽ മറ്റേ കാലിനെ അതേ അവസ്ഥയിൽ കൊണ്ടുവന്നതിന് ശേഷം പാദഹസ്താസനം. ശ്വാസം എടുത്തുകൊണ്ട് പിന്നിലേക്ക് വളഞ്ഞ് അർദ്ധചക്രാസനം. വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് നമസ്കാരാസനം അല്ലെങ്കിൽ പ്രണാമാസനം.
ഇതാണ് സൂര്യ നമസ്കാരം. അപ്പോൾ ഇത് നിങ്ങൾക്ക് സാധിക്കുന്നത് പോലെ, ചിലർക്ക് ആദ്യം എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് ചിലപ്പോൾ ഒരെണ്ണമൊക്കെ ആയിരിക്കും ചെയ്യുവാൻ സാധിക്കുക. മതി, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു ദിവസം 5 എണ്ണമെങ്കിലും ഇത് മുടങ്ങാതെ ചെയ്യുവാൻ ശ്രമിക്കുക. അപ്പോൾ ഏവർക്കും ആയുരാരോഗ്യങ്ങൾ ആശംസിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം.